ഹലോ ഗായ്സ്, നമസ്കാരം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. പാർട്ട് 3 ആണ്. കാരണം ഞാൻ ഇന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ട്. വീഡിയോ ഞാൻ കുറേ നേരത്തെ ഇട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇടാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. സോ ഗായ്സ്, ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മളെ കേരളത്തിൽ ആദ്യം നിന്ന സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മളെ ഈ കോട്ടേഴ്സിൽ നല്ലൊരു കോട്ടേഴ്സാണ്, പണ്ടത്തെ കോട്ടേഴ്സാണ്. അപ്പോൾ നല്ല കാണാനൊക്കെ നല്ലൊരു ഭംഗിയുണ്ട്. കുറേ ഫാമിലികളൊക്കെ താമസിക്കുക, ഇതിൽ ഒരു 6 ഫാമിലിയൊക്കെ താമസിക്കാൻ പറ്റൂ. അങ്ങനത്തെ ഒരു കോട്ടേഴ്സാണ്. ഇവിടെ കുറേ ഇതിൽ അപ്പുറത്തിപ്പുറത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ അപ്പുറത്ത് താത്താമാർ പറഞ്ഞ ഇതേമാതിരി അപ്പുറത്തിപ്പുറത്താണ്. നടുവിൽ ഒരു ചുമരം ഉണ്ടാവും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറഞ്ഞാലും കേൾക്കും. നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഒക്കെ കേൾക്കും. അങ്ങനെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ വന്ന ശേഷം എല്ലാവരും ഇങ്ങനെ ഒരു കമ്പനി ആയിട്ട് നിൽക്കും. അവനവന് പണികൾ കഴിയുമ്പോൾ നമ്മളെ ഈ റൂമിൻ്റെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ വൈകുന്നേരം 4 മണിയാകുമ്പോൾ വന്ന് പുറത്തിരിക്കും. സോ ഗൈസ്, ഞാൻ ഇവിടെ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നത് ആർക്കും അറിയില്ല. അപ്പോൾ അതിൽ ഈ റൂമിലൊക്കെ ആളുണ്ടായിരുന്നു, ഒരു റൂമിൽ ആളില്ല. അപ്പോൾ ഈ കണ്ട ആളിപ്പോൾ എനിക്ക് നമ്മളിവിടെ പോയ ശേഷം ഇവിടെ വന്നതാണ്. പക്ഷേ കുറച്ച് പരിചയമൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കാനുള്ളത് കണ്ടിട്ട് കുറച്ചധികം മടിയായി. പിന്നെ ഞാൻ മെല്ലെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ പറയാൻ ഞാൻ എന്താ പറയുക, ഇന്നലെ പൂളൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂള തന്ന ചേച്ചിൻ്റെ റൂമായിരുന്നു ഇത്. പിന്നെ ഇപ്പോൾ അവിടെ എനിക്ക് കൈ കാട്ടിയ ആ താത്താനെ പിന്നെ ആ റൂമാണ് ഞങ്ങളുടെയായിരുന്നു ആദ്യം. അങ്ങനായിട്ട് ഇവിടെ ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു, അറ്റാച്ച് ആയിട്ടുണ്ടായിരുന്നു ഒക്കെ റൂമും കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഏത് കാര്യങ്ങളും നമുക്ക് ഇവിടെ സീക്രട്ടായിട്ട് വെക്കാൻ പറ്റില്ല. എല്ലാം ഓപ്പണായിട്ടും പറയാൻ ചോദിക്കാനൊക്കെ പറ്റും. അങ്ങനെ ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒരു റൂമായിട്ട് എല്ലാവരും ഒരു വീട്ടിലത്തെ മാതിരി, ഒരു ഫാമിലിത്തെ മാതിരി ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഫങ്ഷൻ കാര്യങ്ങൾ വന്നാലും എന്ത് വന്നാലും നല്ല ഇതായിട്ട് നമ്മൾ നിൽക്കും. പിന്നെ ഇതാണ് സുഖമായിട്ട് നമ്മളിവിടെ എന്താ പറയുക, ക്ലോത്തൊക്കെ നമ്മൾക്ക് വനക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമായിരുന്നു. ആദ്യം നല്ല തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട് ഭാഗത്ത്. പിന്നെ ഒന്നും ഇല്ലേനോ, ഇപ്പോഴാണ് അവിടെ റൂമും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകുമ്പോൾ നല്ല സുഖമായിരുന്നു. വണ്ടീൻ്റെ ബുദ്ധിമുട്ടില്ലേനു. ഇങ്ങനെ വണ്ടിയൊക്കെ വരുമ്പോൾ കയറി പോകാനൊക്കെ നല്ല സുഖമായിരുന്നു. നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ ഇത് എന്താ പറയുക, ഇതാണ് നമ്മൾ ഇപ്പോൾ റൂം ഉണ്ടാക്കി പറഞ്ഞില്ലേ, അതാണ് ഈ റൂം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തവർ. ഇപ്പോൾ അതിൽ എന്താ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇത് നമ്മളെ കിണറാണ് ഗൈസ്. കണ്ടോ, നല്ല ഭംഗിയുള്ള കിണറാണ്. ഇതിൽ എപ്പോൾ നമ്മളെ വെള്ളം കോരും. നമുക്ക് പൈപ്പിലൈനിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇതിൻ്റെ വെള്ളം കോരിക്കൊണ്ട് പോകും. ഏത് കാലത്ത് വെള്ളം ഉണ്ടാവും. ഞാൻ വെള്ളം എടുക്കാൻ നോക്കി, പക്ഷേ അത് എന്താ പറയുക, എൻ്റെ ഒരു കയ്യിൽ ഫോണായിട്ട് അത് ഞാൻ വെള്ളം കോരിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ വെച്ചു. എന്തായാലും നല്ല വെള്ളമാണ്. പിന്നെ അത്ര കാണുന്നില്ലേ, എന്തൊരു തെളിഞ്ഞ വെള്ളമാണ്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ നമുക്ക് ബുദ്ധിമുട്ടില്ലേനു. പൈപ്പിൽ വെള്ളം ഇല്ലെങ്കിലും പിന്നെ നമുക്ക് ഇങ്ങനെ വെള്ളം എപ്പോഴും കിട്ടും. നല്ലൊരു സൗകര്യമായിരുന്നു നമുക്കത്. ചില സ്ഥലത്ത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണല്ലോ, പക്ഷേ ഇവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതൊക്കെ കോരണം, പക്ഷേ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സുഖമായിട്ട് ഇത് എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ആദ്യം ഇവിടെ കുറേ പൂച്ചെടികളും ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും ഇല്ല. നമ്മൾ പോയ ശേഷം ഇവിടെ നല്ല പുല്ലൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ അവർക്ക് എന്താ സമയം കിട്ടായിട്ട് തോന്നുന്നുണ്ട് അവർ ക്ലീൻ ആക്കാത്തത്. മുറ്റമൊക്കെ നല്ല മുറ്റാണ്. അന്നൊക്കെ ഞാൻ എവിടെയെങ്കിലും ചാനകം കൊണ്ടുവന്നിട്ട് നമ്മളെ നാട്ടിലത്തെ മാതിരി ഇവിടെ ചാനകം ഇതാക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ ആൾക്കാരെ ചിരിക്കും. പിന്നെ ഞാനിങ്ങനെ മെല്ലെ ചാനകമൊന്നും ഇടാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ അടിച്ച് വാരിയിട്ട് ഇങ്ങനെ വെള്ളം ഇതാക്കിയിട്ട് അതിന് ചെയ്യും. അങ്ങനെയൊക്കെ ഇത് ചെയ്യും. പിന്നെ അടിച്ച് വാരാൻ വരുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കും കേട്ടോ. പിന്നെ ഗൈസ്, ഇതാണ് നമ്മളെ ഒരു പൂച്ചെടി, എന്താ പറയുക, ചെമ്പരത്തിൻ്റെ പൂച്ചെടി. ഇത് ഞാൻ വന്ന മുതലേ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ദൈവത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ വേണം പറഞ്ഞിട്ട് കുഴിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോഴും ഉണ്ട്. കണ്ടിട്ട് നല്ല ഇതായി സന്തോഷമായി. പിന്നെ ഇത് നമ്മളിവിടെയൊക്കെ പിന്നെ ഞങ്ങൾ റൂം മാറി കേട്ടോ. പിന്നെ ഈ റൂമിലായിരുന്നു, തലക്കത്തെ റൂമിലായിരുന്നു വിറക് വെക്കാനും വണ്ടി വെക്കാനും
ഹസ്ബൻഡിൻ്റെ പനി സാധനം വെക്കാനും കുട്ടികൾ സൈക്കിളും കാര്യങ്ങളും വെക്കാൻ ഒരു സൗകര്യമുണ്ട് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് റൂം മാറി കേട്ടോ. ആദ്യം നടുവിലായിരുന്നു, പിന്നെ ഇങ്ങോട്ടാണ് നമ്മൾ റൂം മാറിയത്. പിന്നെ ഇതൊക്കെ ഇപ്പോഴാണ് വീടും കാര്യങ്ങളൊക്കെ ആയത്. ആദ്യം വീടൊന്നും ഇല്ലായിരുന്നു. ഇത് ആകെ പാടം പിന്നെ കോങ്ങും തെങ്ങൊക്കെ ആയിരുന്നു. അപ്പോൾ കുട്ടികൾ കളിക്കാൻ പോകും, ഞങ്ങൾ തീരുമാനമൊക്കെ പോകും ഈ ഭാഗത്ത്. ഇപ്പോൾ വീടൊക്കെ ആയിട്ടുണ്ട്. എന്നാലും അവിടെ തോടൊക്കെ ഉണ്ട്. അത് ഞാനൊരു നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കും, വീഡിയോ എടുക്കും. പിന്നെ നല്ല രസമായിരുന്നു കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ, നല്ല സുഖമായിരുന്നു ആ ഭാഗത്തൊക്കെ. പിന്നെ ഇതാണ് കണ്ടോ, നമ്മളെ പാത്രം കഴുകാനും തിരുമ്പാനും എല്ലാത്തിനും നമ്മളെല്ലാവരും എന്താ ചെയ്യും, പുറത്ത് വരും. പിന്നെ ഓരോരോ സ്റ്റോറി ഇങ്ങനെ നമ്മളെ പറയട്ടോ, അവനവനെ വീട്ടിൽ നടന്ന സ്റ്റോറികൾ ഇങ്ങനെ ഒക്കെ ഞങ്ങൾ പറയും. അപ്പുറത്തിപ്പുറത്ത് നമ്മളെ ഒരാൾ തിരുമ്പാൻ വരും, ഒരാൾ ഇങ്ങനെ പാത്രം കഴുകാൻ വരും, ഒരാൾ തുടച്ചുകൊണ്ട് ഇങ്ങനെ പുറത്ത് വരും. ഇങ്ങനെ എല്ലാവരും നമ്മളെ പുറത്ത് അപ്പുറത്ത് കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ നിന്ന് സംസാരിക്കും. എപ്പോഴും മീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. നമ്മളെ മീറ്റിംഗ് മീൻസ് എല്ലാവരും ഇങ്ങനെ കൂടി സംസാരിക്കും കേട്ടോ. നല്ല രസമല്ലേ കണ്ടോ ഗൈസ്, നല്ല ഭംഗിയിലുണ്ട്. ബാക്കിൽ എല്ലാവരും തിരുമ്പാന കല്ലും പിന്നെ ഇത് പാത്രം കഴുകാനുള്ള കൊട്ടത്താളം ഒക്കെ നല്ല ഭംഗിയിലുണ്ട്. ഇങ്ങനെ ആയിരുന്നു. പിന്നെ ഇതാണ് അപ്പുറത്തുള്ള ഒരു കോട്ടേഴ്സും ഉണ്ട് അപ്പുറത്ത്. അത് നമ്മളെ വരുമ്പോൾ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിലും ആൾക്കാരുണ്ടായിരുന്നു. അതിലിങ്ങനെ ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മൾ പുറത്ത് വരുമ്പോൾ അങ്ങനെ അവരുടെ കണ്ട് നമ്മൾ സംസാരിക്കും. ഇങ്ങനെ ആയിരുന്നു. എന്താ പറയുക, വീടിൻ്റെ ചുറ്റ ഭാഗത്തൊക്കെ കുറച്ച് സ്ഥലമൊക്കെ ആയിരുന്നു. ഇങ്ങോട്ടും നമുക്കൊരു നല്ല ഒരു ക്ലൈമറ്റും പിന്നെ തെങ്ങും പൊങ്ങും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ. നമ്മളെ കണ്ണിനൊരു നല്ലൊരു കാഴ്ചയായിരുന്നു. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ കോട്ടേജ് ജീവിതം പറയാം. നല്ലൊരു രീതിയിൽ സുഖമായിട്ടും എല്ലാവരും എന്താ കഷ്ടം സുഖമായാലും ഷെയർ ചെയ്യും ഇങ്ങോട്ട്. അങ്ങനെ പറയാം. അവനവന് വീടായാലും പിന്നെ അത്ര ഇതുണ്ട്. അവനവന് വീടായാലും സന്തോഷം തന്നെയാണ്. ഒരു ഇതില്ല, ടെൻഷനില്ല. പക്ഷേ എങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ രസം വേറെയാണ്, അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ് പറയാനാണ് പോകുന്നത്. അങ്ങനെ പിന്നെ നമ്മളത് കണ്ടോ, നിങ്ങൾക്ക് ഞാനിപ്പോൾ റൂം കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളെ എന്താ പറയുക ബാത്റൂം കിച്ചൺ അറ്റാച്ച് ബാത്റൂമായിരുന്നു. ചെറിയൊരു ബാത്റൂമാണ്. പണ്ടത്തെ ഒരു വീട് പറയുമ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവുണ്ടാവും. എന്നാലും ഒരു ഫാമിലിക്ക് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റാനുള്ള ഒരു റൂം കാര്യങ്ങളാണ്. ഇത് നമ്മളെ കിച്ചണായിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കിച്ചണും ഇവിടെയൊക്കെ ആയിരുന്നു. ഇങ്ങനെ പാത്രം വയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മളെ പണ്ടത്തെ അടുപ്പ്. കണ്ടോ നിങ്ങളെ പണ്ടത്തെ അടുപ്പ്. കാരണം ഞാൻ ആ താത്താനെ ചോദിക്കാതെ ഉള്ളിൽ പോയിട്ടുണ്ട്. താത്ത എന്നെ കണ്ടിട്ട് പിന്നെ നല്ല സന്തോഷമായിട്ടുണ്ട്. കാരണം നമുക്ക് പരിചയമുള്ള താത്താണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ താത്ത വന്ന് ഒക്കെ വീഡിയോ എടുക്കാനും സമ്മതിച്ചു. പിന്നെ താത്ത വീട്ടിൽ ഒറ്റയ്ക്കാണ്. പിന്നെ എല്ലാവരും ഫാമിലിയൊക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ ഇവിടെ പുറത്താണ്. അതുകൊണ്ടാണ് പിന്നെ താത്ത ജോലിക്കൊക്കെ പോവും. പിന്നെ വീട്ടിൽ ഒക്കെ അവർക്ക് സഹായിക്കാനും ഇത് ചെയ്യാനും ആളില്ല. താത്ത ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ ഇവിടെയാണ് നമ്മളെ എന്താ പറയുക ബെഡ്റൂം. ഇത് സെക്കൻഡ് റൂമാണ്. ബെഡ്റൂം കിച്ചൺ അറ്റാച്ച് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു. അപ്പോൾ ഇതിൽ ടി വിയും കാര്യങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അങ്ങനെ നല്ല ഒരു റൂമായിട്ടുണ്ടായിരുന്നു ഇത്. പിന്നെ എന്താ പറയുക, ഇതിൽ വലിയ എന്താ പറയുക നമ്മൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ പിന്നെ എന്താ പറയുക, ഇതാണ് നമ്മളെ ഗൈസ് പുറത്ത് സിറ്റ് ഔട്ട് പറയില്ലേ, അതാണ്. പിന്നെ ഇവിടെ നമ്മളെ ദൈവത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഇവിടെ പുറത്ത് വന്ന് ഇരിക്കും. ഈ ജോലിക്കൂടിയൊക്കെ ഞാൻ പുറത്ത് നോക്കും കേട്ടോ. നല്ലൊരു റൂമും കാര്യങ്ങളാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലേനും. ചെറിയ റൂമായാലും നല്ല സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം. അങ്ങനത്തെ റൂം കാര്യങ്ങളാണ്. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.